ഇതൊരു വീര്യപ്രവർത്തികളെക്കുറിച്ചുള്ള ദൈവചിന്തയാണ് തുടങ്ങുന്നത്. പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ, ഈ ഒരു കൃപാവരത്തിൻ്റെ ജ്വലനം, ഈ ഒരു ക്രിയ പ്രവൃത്തി ദൈവം വളരെ ശക്തിയോടെ ദൈവമക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇന്നും അവനത് ചെയ്യാൻ കുറവില്ലാത്തവനാണ്. അവൻ, ഞാൻ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഒരു സുവിശേഷകന് ഏറ്റവും അത്യന്താപേക്ഷിതമായി അവനോട് കൂട്ടുനിൽക്കാൻ കഴിയുന്ന ഒരു കൃപാവരമാണ് വീര്യപ്രവൃത്തികളുടെ വരം. ആമേൻ. നമുക്കിതിലേക്ക് വരാം. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, വരമായിട്ട് മലയാളത്തിൽ ഗിഫ്റ്റായിട്ട് ഇംഗ്ലീഷിലും ഇത് എഴുതിയിട്ടുണ്ടെങ്കിലും ഗിഫ്റ്റ്, വരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൃപ എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാണ്. ആമേൻ. നിങ്ങൾ മൗനതയിൽ ഇറങ്ങിയവരല്ല, മരിച്ചവരുമല്ല. അതുകൊണ്ട് വി ഹാവ് ടു സ്പീക്ക്. നിങ്ങൾ നിങ്ങളുടെ അന്തരീക്ഷങ്ങളോട് സംസാരിക്കുന്നവരായിരിക്കണം. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും തൊട്ടടുത്തേക്ക് ദൈവശക്തി നിങ്ങളിൽ നിന്ന് വ്യാപരിക്കാൻ പറ്റുന്ന രീതിയിൽ ദൈവശബ്ദങ്ങളെ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. അത് വീട്ടിലിരുന്നാലും നാട്ടിലിറങ്ങിയാലും ആരാധനയ്ക്കിരുന്നാലും. ആമേൻ. നാം എവിടെ പോയാലും നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ നിന്നാലും ഇത് ടെമ്പിളാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. നിങ്ങൾ ആലയങ്ങൾ എവിടെ പോയി നിന്നാലും ആലയത്തിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കണം. ആമേൻ. ആലയത്തിൽ ഒരു സ്വഭാവമേ ഉള്ളൂ. ഹല്ലേലൂയ. ആലയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ എവിടെ ചെന്നാലും മഹത്വത്തെ അന്തരീക്ഷങ്ങൾക്കകത്ത് റിലീസ് ചെയ്യാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളാണ് നിങ്ങൾ. യെസ്, ആ വാക്കൊരിക്കൽ കൂടി പറയുന്നു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. നീ ദൈവത്തിൻ്റെ ആലയമാണ്. ആലയം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതാണ്. ഹല്ലേലൂയ. വചനം പറയുന്നത് ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നുണ്ട്. ഭൂമിയിലെ ചരാചരങ്ങളെല്ലാം മടികൂടാതെ ദൈവത്തിൻ്റെ ആ നിയമങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്കുന്നുണ്ട്. രാവിലെയും രാത്രിയിലുമായി പക്ഷി മൃഗാദികൾ കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്. സൃഷ്ടാവിനെ നന്ദി കൊടുക്കാത്ത ഒരു സൃഷ്ടി പോലും ഭൂമിയിലില്ല. ഹല്ലേലൂയ. അതിലും വ്യത്യസ്തമായി ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട നാം എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തണം, എത്രത്തോളം ആരാധിക്കണം, എത്രത്തോളം അവൻ്റെ മഹിമയെ റിവീൽ ചെയ്യണം, എത്രത്തോളം അവൻ്റെ ഗ്ലോറിയെ നമുക്ക് തുറന്നു കൊണ്ടുവരാൻ കഴിയുമോ അത്രത്തോളം അവൻ്റെ ഗ്ലോറിയെ തുറന്നു കൊണ്ടുവരാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. Come on. Come on, come on. ഹല്ലേലൂയ. വാ തുറന്ന് കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. വായ അടഞ്ഞു പോകാൻ, നിങ്ങളുടെ വായ അടഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത് സാത്താനാണ്. അവൻ്റെ ഇഷ്ടങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കരുത്. എത്ര അസാധ്യതകൾ മുമ്പിൽ വന്നാലും അതിനോട് പ്രതികരിക്കാൻ കഴിയുന്ന ദൈവവചനം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് ഫ്രീ ആയിരുന്ന സമയങ്ങളിൽ, കഴിഞ്ഞു പോയുള്ള ആഴ്ചകളിൽ ഇവിടെ നടന്ന മെസ്സേജുകൾ ആത്മാവിൽ കേൾക്കുമ്പോൾ ഞാൻ അഭിഷേകം പ്രാപിച്ചതുപോലെ പുതിയൊരാത്മാവ് എൻ്റെ തന്നെ മെസ്സേജ്, ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാനിടയായിത്തീരുന്നു. കാരണം ശബ്ദം കൊണ്ട് മാത്രമേ ഉള്ളൂ അത് എൻ്റെതാകുന്നുള്ളൂ. വചനവും അത് ദൈവത്തിൻ്റെ യാഗകൊണ്ട് അത് ധൈര്യപ്പെടുത്തുവാനിടയായിത്തീർന്നു. അതിലൊരു വാക്ക് ഞാൻ പെട്ടെന്ന് എടുത്ത് ഇട്ടോന്നറിയത്തില്ല, ഇട്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാനൊരു 7 ഭാഗങ്ങൾ ഹല്ലേലൂയ ഈ എടുത്ത് അത് ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പലതും ഇട്ടില്ല. ഓരോരോ ദിവസങ്ങൾ ഇടാമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ഒന്നാണ് എൻ്റെ അകത്ത് വന്നത്, ഈ വചനം നമ്മളെ ആത്മാവിൽ പുതുക്കും. ഹല്ലേലൂയ. പ്രതിസന്ധികളിൽ വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടവരും. ഹല്ലേലൂയ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ആലോചനകളിലും ആശയങ്ങൾക്കകത്തും ഈ ലോകത്തിൻ്റെ ആശയങ്ങൾക്കകത്ത് പെട്ടുപോകുമ്പോൾ നിങ്ങളുടെ അകത്തുകൂടെ വെളിപ്പെട്ടു വരുന്ന വചനം അതിനോട് പ്രതികരിക്കും. ഹല്ലേലൂയ.
പലപ്പോഴും നമ്മൾ മൗനമായി പോകുന്നത്, മൗനമായി ഈ അന്തരീക്ഷങ്ങളോട് കോംപ്രമൈസ് ചെയ്ത് പോകുന്നതിൻ്റെ പിന്നിലെ കാരണം അകത്ത് വചനമില്ലാത്തത് കൊണ്ടാണ്. ആത്മാവുണ്ട്, വചനവും കൂടെ ചേർന്ന് വന്നാൽ ഇതിൻ്റെ മേൽ ഒരു വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് രാവിലെ എനിക്ക് പ്രസംഗിക്കാനുള്ളത് വീര്യപ്രവർത്തികളെക്കുറിച്ചാണ്. ഉറങ്ങുന്നവരുടെ നടുവിൽ എനിക്കത് തുറക്കാൻ കഴിയത്തില്ല. ആത്മാവിൽ ജാഗ്രതയോടെ അതിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരോടും പ്രതികരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ദൈവം നിങ്ങളെ കാണിക്കുവാനിടയായിത്തീരും. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം ഉറങ്ങുന്ന ദൈവമല്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നവനാണ്. അവൻ്റെ കണ്ണ് ഭൂമിയിലെ ദൈവപുത്രന്മാരെ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. അവൻ ആരാണ് ദൈവത്തോട് പ്രതികരിക്കുന്നത്, അവർക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ഇന്ന് രാവിലെയും ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രതികരിക്കുന്നവരുണ്ടെങ്കിൽ എപ്പോഴും നടക്കുന്ന സംഭവങ്ങൾക്ക് ഒരു വ്യതിയാനങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. കമോൺ, വിശ്വാസത്തോടെ പ്രതികരിച്ചു തുടങ്ങുക. നിന്റെ അന്തരീക്ഷങ്ങളെ അടിമുടി തിരിക്കാൻ കഴിയുന്ന ഒരു ദൈവപ്രവർത്തിക്കായി ആത്മാവ് നിന്റെ ഹൃദയത്തെ തൊടട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കുവാൻ കഴിയുമാറാകട്ടെ. ദൈവവചനത്തിനകത്തേക്ക് ഞാൻ വരാൻ താല്പര്യപ്പെടുകയാണ്. കൃപാവരങ്ങൾക്കകത്ത് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ക്രമമനുസരിച്ച് ഇത് ആറാമത്തെ കൃപാവരമാണ്, ആറാമത്തെ വരമാണ്. എന്താണ്? വീര്യപ്രവർത്തികൾ. ഒന്ന് പറഞ്ഞാട്ടെ, വീര്യപ്രവർത്തികൾ. ആമേൻ. വീര്യപ്രവർത്തികൾ. ഒന്ന് ചേർന്ന് പറ, ഒന്നുകൂടെ പറ. വീര്യപ്രവർത്തികൾ. ഇത് വെളിപ്പെടത്തക്ക രീതി. ഇത് വീര്യപ്രവർത്തികൾ ഇനി 1-2 ഈ ആഴ്ച വെളിപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ, ഹല്ലേലൂയ, അത് ആഗ്രഹിച്ചുകൊണ്ട് പറയാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. മറ്റെല്ലാ വരങ്ങളെക്കാളും ഈ വരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വരം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വെളിപ്പെട്ടത് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശം ഇളകും ഇത്. ഹല്ലേലൂയ. ദേശത്തെ കൂടെ നിൽക്കുന്ന ജാതീയനാണോ കൂടെ നിൽക്കുന്നത് വിശ്വാസിയാണോ എന്ന വ്യത്യാസം ഇല്ലാതെ ദേശത്തെ ഇളക്കാൻ പറ്റിയ ഒരു വരമാണ് വീര്യപ്രവർത്തികളുടെ വരം. ഹല്ലേലൂയ. ഈ വരം ഈ സഭയ്ക്കകത്ത് വെളിപ്പെട്ടിരിക്കും. ഈ വരം ഈ സഭയിലെ വ്യക്തികളുടെ മേൽ വെളിപ്പെട്ടിരിക്കും. അത് സ്വീകരിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ ഹൃദയം തുറന്ന് അതിനെ സ്വീകരിക്കണം. അത് നിങ്ങളുടെ വായിലൂടെയും കരങ്ങളിലൂടെയും അത് പുറപ്പെട്ടു വരും. ആ പ്രവൃത്തി ഇന്നും കുറവായിട്ടില്ല. നാം വായിച്ച വാക്യത്തിനകത്ത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ദൈവം അത് തുറക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇന്ന് രാവിലെയും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവൻ്റെ ഉള്ളങ്ങൾക്കകത്തൂടെ അത് തുറന്നു വരും. ഹാൽഗമാറിയ എൻ്റെ ഈ ഉള്ളം കടന്ന് തുടിക്കുക. ഈ വരത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അത് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. എല്ലാ കൃപാവരങ്ങളും ഒരു സൂപ്പർ നാച്ചുറലാണ്. പക്ഷേ ഈ കൃപാവരം അല്പം കൂടി ആ വാക്കിന് ഹല്ലേലൂയ മനോഹരത നൽകുന്നുണ്ട്. ഹല്ലേലൂയ. അസാധാരണമായി വിശ്വസിക്കുന്നത്, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് ജ്ഞാനം വെളിപ്പെടുന്നത്, ദൈവത്തിൽ നിന്ന് പരിജ്ഞാനം വെളിപ്പെടുന്നത്, ദൈവത്തിൽ നിന്ന് വെളിപ്പെടുന്ന റെവലേഷൻസുകളും ദൈവത്തിൽ നിന്ന് എന്തെല്ലാം തുറന്നു അതെല്ലാം സൂപ്പർ നാച്ചുറലാണ്. ഹല്ലേലൂയ. പക്ഷെ ആ കൃപാവരങ്ങളെക്കാളും എല്ലാം ഈ ആറാമത് പറഞ്ഞ വീര്യപ്രവർത്തികളുടെ വരത്തിനകത്ത് ഒരു പ്രാധാന്യതയുണ്ട്. ഹല്ലേലൂയ. ആ പ്രാധാന്യത എന്തെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അത് വെളിപ്പെട്ടാൽ മനസ്സിലാകും. ഹല്ലേലൂയ. ഒരാളുടെ അകത്ത് മാത്രം അസാധാരണത്വം ഉയർന്നു പൊങ്ങുന്നതാണ് വിശ്വാസമെങ്കിൽ, ഹല്ലേലൂയ, ഏത് പട്ടണത്തിലാണോ വീര്യപ്രവർത്തികൾ നടക്കുന്നത് ആ പട്ടണത്തെ മുഴുവൻ നിറയ്ക്കുന്നതാണ് വീര്യപ്രവർത്തികൾ. ഇതിനൊക്കെ കൈയടിക്ക. ഹല്ലേലൂയ.
അതിനെ ഞാൻ അവിടെ കൊണ്ട് നിർത്തണം. എനിക്കതേ പൊട്ട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വീര്യപ്രവൃത്തി വന്നാൽ ഹല്ലേലൂയ, പട്ടണത്തിൽ ഒരു സഭയുണ്ടാകുമെന്നല്ല, പട്ടണം സഭയാകും. ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, ഹല്ലേലൂയ, പട്ടണത്തിൽ ഞങ്ങൾക്കൊരു ചർച്ച് വേണമെന്നല്ല, വീര്യപ്രവൃത്തിയുടെ വരത്താൽ ഞങ്ങളുടെ പട്ടണത്തെ അങ്ങയുടെ ആലയമാക്കി. ഞാനൊന്ന് പ്രവചിക്കാൻ പോവാ, പിടിക്കാൻ പറ്റുന്നവർ പിടിപ്പിച്ചു. 10-ലധികം പാസ്റ്റർമാർ നിങ്ങൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി ഈ സഭകളിൽ ഉണ്ടാകാൻ, അതുപോലെ ബിസി ഷെഡ്യൂളുകൾ, സഭയ്ക്കകത്ത് വെളിപ്പെടുന്ന വീര്യപ്രവർത്തികൾ. ഹല്ലേലൂയ. ഇത് സ്വീകരിക്കാൻ ഒരു മനസ്സുണ്ടാകണം. ആമേൻ. ഈ അബ്രഹാമിന്റെ വീടിനകത്ത് ഇറങ്ങി വരുന്ന ദൂതന്റെ വാക്ക് പിടിക്കാൻ അബ്രഹാമിനും സാറയ്ക്കും ഉണ്ടാകുന്ന മനസ്സ്. ആമേൻ. 98-ലും 99-ലും വന്ന് നിൽക്കുമ്പോൾ കർത്താവ് പറയുന്ന വാക്ക്, സ്ത്രീകളുടെ പതിവ് നിന്ന് നിൽക്കുന്ന സാറയെക്കുറിച്ച് അബ്രഹാമിനറിയാം. ദൂതനെ, നിനക്ക് ഈ വിഷയങ്ങൾക്കകത്ത് ബോധമില്ലെങ്കിലും എനിക്ക് സാറായെക്കുറിച്ച് നല്ല ബോധമുണ്ട്. ഹല്ലേലൂയ. സാറ അവളുടെ ശരീരം അഥവാ മരണത്തിലേക്ക്, അവളുടെ ചില അനുഭവങ്ങൾ മരണത്തിലേക്ക് തിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അബ്രഹാമിനറിയാം. തീർന്നു, നിന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയ്ക്കകത്തേക്ക് കയറി എന്ന് അബ്രഹാമിനറിയാം. ഒരു കുഞ്ഞിനെ കൊടുക്കാൻ, സാറയ്ക്ക് കൊടുക്കാനുള്ള പുരുഷന്റെ ബലം അബ്രഹാമിന് നിന്നു എന്ന് അബ്രഹാമിനും സാറയ്ക്കും തിരിച്ചറിയാം. അവിടെയാണ് ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെടുന്നത്. ഇല്ല, നിന്നിൽ നിന്ന് തന്നെ ഒരു തലമുറയെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഞാനൊരു തലമുറയെക്കുറിച്ചാണ് പ്രവചിക്കുന്നത്. അത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. തലമുറയെക്കുറിച്ച് ആത്മാവിൽ പ്രഖ്യാപിക്കുമ്പോൾ പിതാക്കന്മാരായി ഇതിനകത്തിരിക്കുന്നവർ ആമേൻ പറയാൻ തയ്യാറാകണം. നിങ്ങളിത് കേൾക്കുന്നവരാ, നിങ്ങളിത് ആമേൻ പറയുന്നവരാ. പക്ഷെ ഞാൻ പറയുന്നത്, അസാധ്യതകളുടെ കെട്ടുപാണ്ടങ്ങൾക്കകത്ത് നിന്ന് ദൈവം ഒരു തലമുറയെ റീകോൾ ചെയ്യുമ്പോൾ അതിനെ ആത്മാവിൽ പിടിക്കാൻ താല്പര്യമുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. വരാൻ ചാൻസ് ഇല്ല. കർത്താവ് പറയുന്നു, ഇല്ല, വന്നേ പറ്റൂ. ഇതൊരു വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമാണ്. ഇത് ദൈവപദ്ധതിയുടെ ഭാഗമാണ്. ഈ വാഗ്ദത്തത്തിന്റെയും ദൈവപദ്ധതിയുടെയും ഭാഗമായതുകൊണ്ട് അബ്രഹാമേ, നിന്റെ അകത്ത് ജനിക്കുന്ന, നിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ബലഹീനതകൾക്ക് നിന്നിൽ ഒരു പ്രാധാന്യതയില്ല. നിന്നിൽ പ്രാധാന്യതയുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിനും ദൈവത്തിന്റെ പ്രവൃത്തികൾക്കുമാ. കരമൊന്ന് അടിച്ച് ദൂതിനെ, ഈ സഭ അതിനെ സ്വീകരിക്കട്ടെ. വാഗ്ദത്തവും ദൈവപദ്ധതിയും സ്വീകരിച്ചവന്റെ വീടിനകത്ത്, കുടുംബത്തിനകത്ത് തലമുറകളെ പുറപ്പെടുവിക്കുക ദൈവത്തിന് കഴിയും. ഈ വാരം പ്രസംഗിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സഭയ്ക്കകത്തേക്ക് ആ ദൂത് ഞാൻ നിക്ഷേപിക്കുകയാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ. ഇല്ല, ആമേൻ. വി ഹാവ് ടു സെലിബ്രേറ്റ്. നിങ്ങൾ ഈ വചനത്തെ സെലിബ്രേറ്റ് ചെയ്യണം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ, കം ഓൺ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു തലമുറ മുഴുവൻ അതിനോട് അവിശ്വാസം പുലർത്തിയാലും അബ്രഹാമേ, നീ വിശ്വസിക്കുന്നിടത്ത് ദൈവ പദ്ധതി ആരംഭിക്കുക. നന്നായി ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. അടഞ്ഞു കിടക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ്. അസ്തമിച്ചു എന്ന് പറയുന്നത് പലതും ദൈവം തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇനി ഇല്ലെന്ന് പറഞ്ഞ് പലതിനും ദൈവം തുറക്കാൻ പോവുകയാണ്. നോ എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് കർത്താവ് യെസ് എന്ന് പറയുന്നു. ഹല്ലേലൂയ. തീർന്നെന്ന് പറയുന്നതിനകത്ത് ദൈവം ചില തുടങ്ങാൻ പോവുകയാണ്. കമോൺ, ഈ ഒരു രൂപത്തിൽ ഈ ദൂതിനോട് പ്രതികരിക്കരുത്. കമോൺ, നിന്റെ അഭിഷേകത്തെ ജ്വലിപ്പിക്കേണ്ട സമയം, നിന്റെ മേലുള്ള അഭിമാനം, നിന്റെ മേലുള്ള ദൈവിക
കൃപാവരങ്ങളെ ജ്വലിപ്പിക്കേണ്ട സമയം, നിന്റെ മേലുള്ള ദൈവീയ നിയോഗങ്ങളെ പ്രകടിപ്പിക്കേണ്ട സമയം, നിന്റെ കോളിംഗിലേക്ക് തിരിച്ച് കയറേണ്ട സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഇന്ന് പകല് ചിലരുടെ മേൽ പറന്നിറങ്ങാൻ പോവുക. നിങ്ങൾക്ക് പലർക്കും ഈ ദൂതിനോട് പ്രതികരിക്കാനുള്ള മനസ്സില്ലെങ്കിലും ഈ അന്തരീക്ഷത്തിനകത്ത് ആ ദൂത് റിലീസായതുകൊണ്ട് എനിക്കത് മടി കൂടാതെ പറഞ്ഞേ പറ്റുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ കരങ്ങൾ അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന ദിവസങ്ങൾ അതിവിദൂര അല്ലെന്ന് ഞാൻ ആത്മാവിൽ പ്രതികരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയും അതുമായിട്ട് ഒത്തിരി അകന്നു നിൽക്കുകയല്ല. ദൈവം അത് നിന്റെ അടുക്കലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നിലൂടെ ദൈവം അത് തുടങ്ങും. ഹല്ലേലൂയ. എന്താണ് ഈ അത്ഭുത പ്രവൃത്തി? എന്താണ് വീര്യപ്രവൃത്തികളുടെ വരം? ആമേൻ. ദൈവം പ്രകൃതിക്ക് ഒരു നിയമം വെച്ചിട്ടുണ്ട്. ദൈവമാണ് ആ നിയമത്തെ വെച്ചത്. ഹല്ലേലൂയ. ആമേൻ പറയട്ടെ. ഇത് പറഞ്ഞ് ചോദിക്കേണ്ട സംഭവം. പക്ഷെ എനിക്ക് ഈ വീടൊക്കെ പ്രസംഗിക്കുമ്പോൾ അല്ലെ, തീ കത്താൻ ഒരു അന്തരീക്ഷം വേണം. ഇത് ഒരു ഇൻഫർമേഷൻ പറയാനല്ല, ഈ ദൂത് പറയുമ്പോൾ ഇത് നിങ്ങളുടെ മേൽ വെളിപ്പെടണം. ആ പരുവത്തിലിരിക്കണം. എൻ്റെ ഈ പാരമ്പര്യ ചർച്ചയിൽ നിന്നുള്ളൊരു മാറ്റം എന്നിൽ സംഭവിക്കുന്നത് ഈ ഗ്ലാഡ്സൺ പാസ്റ്ററുമായിട്ട് ആത്മപകർച്ചയോടുള്ള ബന്ധത്തിലാണ്. ആ സമയം ഞാൻ ചർച്ച ബോർഡിലെ പാസ്റ്ററാണ്. 8 വർഷമായിട്ട് പാസ്റ്ററായിട്ടിരിക്കുക. 4 ചർച്ചിലിരുന്നിട്ടുണ്ട്. ഒരു ചർച്ചയിൽ നിന്നും എന്നെ ഓടിച്ചിട്ടില്ല. പക്ഷെ ഈ ഇരുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് എന്നെ ഓടിച്ചതിൻ്റെ കാര്യം, ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി, പിള്ളേരെ എല്ലാം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. അവിടുന്ന് ഒരു ഡിസ്മിസ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. എന്നിട്ട് അവരെന്നെ തിരിച്ചു വിളിച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവമായിട്ട് തന്നതാണ്, ഞാൻ ഇനി തിരിച്ചു വരൂല. അവൻ അടുത്ത ഓവർസിയർ വന്നപ്പോൾ എന്നെ പുറകെ നടന്ന് വിളിച്ചാണ്, ഞാൻ പോയില്ല. ആമേൻ. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് വാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ എൻ്റെ അകത്ത് ആരാധനയെക്കുറിച്ചൊരു കൊതിയുണ്ടായി. അപ്പോൾ അവിടുത്തെ ആരാധന രാവിലെയാണ്. അവിടെ 2-3 ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ ഞായറാഴ്ചകളിലും ചില കണക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരാണ് ആ ആരാധനക്രമം. 7 മണിക്കാണ് ആരാധന. മാറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റും. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ രാവിലെ പോയി ആരാധന കഴിഞ്ഞ് കോട്ടയത്തുള്ള ബദേൽ എന്ന് പറഞ്ഞ ചർച്ചുണ്ട്. ഞാനന്ന് അവിടെ അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. ആരും അറിഞ്ഞില്ല അന്ന്. ഞാൻ ഉൾപ്പെടെ ഏകദേശം 10 പാസ്റ്റർമാർ ആ ചർച്ചിലുണ്ട്. പാസ്റ്റർ സോമു എന്ന് പറയുന്ന ഒരു അഭിഷിക്തനാണ്. ഇപ്പോൾ കേരളത്തിലുണ്ട്, അമേരിക്കയിലായിരുന്നു കഴിഞ്ഞ നാളുകൾ. ഗ്ലാഡ്സൺ പാസ്റ്റർ, ബോസ് പാസ്റ്റർ, റെജി പാസ്റ്റർ, ജോജി പാസ്റ്റർ, ഇങ്ങനെ പറയുന്ന എല്ലാവരും അവിടുത്തെ അസോസിയേറ്റ് പാസ്റ്റർമാരായിരിക്കുന്ന സമയമാണ് ഞാനും അവിടെ വന്ന് കയറുന്നത്. കൊതിയാണ് ഒരു നിമിഷം ആരാധനയ്ക്കകത്തേക്ക്. ചില സമയങ്ങളിലൊക്കെ, അവസാന സമയങ്ങളിലൊക്കെ, ആദ്യമൊക്കെ ഈ സമയങ്ങൾ തിരിയാൻ നേരത്ത് 1 മിനിറ്റിന് വേണ്ടി ഞാൻ എൻ്റെ വണ്ടി 80-ലൊക്കെ കയറ്റി ഓടിച്ചിട്ടുണ്ട്. 1 മിനിറ്റ് അതിനകത്ത് കയറിയിരിക്കാൻ, 1 മിനിറ്റ്. രാവിലെ 6 മണിയാകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പോകുന്നതാണ്. കുറവലങ്ങാട് വരെ പോയിട്ട് ആ ഇറക്കത്തിലൂടെ വെച്ച് ഓടിച്ചു വരും. ആരാധനയെക്കുറിച്ച് കൊതിയാണ്. ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഇത്തരം വിഷയങ്ങൾക്കകത്ത് എനിക്ക് ഉത്ബോധ്യങ്ങൾ നൽകുവാനും ആരാധനയ്ക്ക് പങ്കെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കി തന്നു. ഞാൻ അന്ന് അങ്ങനെ പങ്കെടുത്തതാണ് പിന്നീട് എൻ്റെ ലൈഫിനകത്ത് പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ളൊരു ധൈര്യം എൻ്റെ അകത്ത് വെളിപ്പെട്ടെ. ഹല്ലേലൂയ. വലിയ അപകടങ്ങളും വലിയ പ്രതിസന്ധികളും ഒക്കെയാണ് ശേഷം ഉണ്ടായത്. കാരണം
ഞാൻ അറിഞ്ഞില്ല, ഞാൻ വലിയൊരു പദ്ധതിക്ക് കൈ കൊടുത്തിട്ട് എല്ലാം ഇപ്പോഴും നടക്കുന്നത് പോലെ കൂളായിട്ട് നടക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ നടക്കാൻ പറ്റിയില്ല. അപ്പം ചില പ്രതിസന്ധികൾ വന്നു. തകരേണ്ട സാഹചര്യത്തിൻ്റെ അവസാനത്തോളം പോയെങ്കിലും ദൈവം എന്നെ അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. ആമേൻ. ആരാധനയുടെ കൊതിയായിരുന്നു, പിന്നീട് എൻ്റെ ലൈഫിനകത്ത് മാറ്റങ്ങൾ നൽകി. ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു ദൈവശക്തി വരുന്നുണ്ടെങ്കിൽ മടി കാണിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രയോജനമാണ്. നാളെ ഒരു പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോൾ ഇത് ആരോഗ്യമായിട്ട് ഇറങ്ങി വരും. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ മടങ്ങി ദൈവവചനത്തിനകത്തേക്ക് വരികയാണ്. അതുകൊണ്ട് ദൂത് വന്നാൽ ഒട്ടും മടി കാണിക്കാതെ അതിനെ പിടിക്കാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. നന്നായിട്ട് അതിനോട് സ്വീകരിക്കാൻ, താഴെ കളയാതെ പിടിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങളുടെ അകത്ത് വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കാം. വീര്യപ്രവൃത്തികളുടെ ഞാൻ പറഞ്ഞു തുടങ്ങി. ഈ പ്രകൃതിക്കൊരു നിയമമുണ്ട് അല്ലേ? ആ നിയമങ്ങൾ തെറ്റുന്നില്ല. നമ്മൾ ഈ ഭൂമിയിൽ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളായി തിരിഞ്ഞ്, രാജ്യങ്ങളായി തിരിഞ്ഞ്, സംസ്ഥാനങ്ങളായി തിരിഞ്ഞ്, ജില്ലകളായി തിരിഞ്ഞ്, പഞ്ചായത്തുകളായി, മുനിസിപ്പാലിറ്റിയായി തിരിഞ്ഞ്, അങ്ങനെ തിരിഞ്ഞ് ഒരു സെപ്പറേറ്റഡ് ആയ ഒരു സ്ഥലത്ത് ഒരു കുടുംബമായി പിരിഞ്ഞ് ഇങ്ങനെ ഒരു ജീവിതത്തിൽ നിൽക്കുമ്പോഴും ഭൂമിയിലുള്ള എല്ലാവർക്കും ഈ പ്രകൃതിയുടെ നിയമങ്ങൾ ബാധകമാണ്. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. ഇതുണ്ടാക്കിയത്, ഈ നിയമം ഉണ്ടാക്കിയത് ആരാണ്? ദൈവം തന്നെയാണ്. അറിയാം, ഇതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആർക്കും അങ്ങോട്ടും ഒന്നും പോകാൻ, വായു ഇല്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ആഹാരം ഇല്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ബൈബിൾ ഇതിലല്ല പറയുന്നത്, ഈ ഭൂമിയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഈ ആകർഷണത്തിനും ഈ ഗുരുത്വാകർഷണത്തിന് അപ്പുറത്തേക്കും മനുഷ്യൻ്റെ ശക്തി കൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല, പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മനുഷ്യൻ നാച്ചുറലാണ്. ഈ പ്രകൃതിക്ക് ദൈവം കൊടുത്ത നിയമത്തിന് കീഴിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രത്യാശയും നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത്, നമ്മുടെ ദൈവം നാച്ചുറൽ അല്ല, നമ്മുടെ ദൈവം സൂപ്പർ നാച്ചുറലാണ്. ഇപ്പോഴും മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ആമേൻ. ഞാൻ നിങ്ങളുടെ പാസ്റ്റർ സൂപ്പർ നാച്ചുറൽ ആണെന്നല്ല പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ഐ ആം നോട്ട് എ സൂപ്പർ നാച്ചുറൽ. അവർ ഗോഡ് ഈസ് സൂപ്പർ നാച്ചുറൽ. ഹല്ലേലൂയ. ദൈവം ഇട്ട പ്രകൃതി നിയമത്തിന് താഴെയാണ് നമ്മുടെ സ്ഥാനം. പക്ഷെ ദൈവം ഇട്ടിരിക്കുന്ന പ്രകൃതിക്ക് നിയമത്തിന് മേളിലാണ് ദൈവത്തിൻ്റെ സ്ഥാനം. ഹല്ലേലൂയ. ദൈവമായിട്ട് തന്നെയാണ് ആ നിയമം ഇട്ടിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ചില സമയങ്ങളിൽ ഈ നിയമം ദൈവം ബ്രേക്ക് ചെയ്യും. പലരും അത് കേട്ടില്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവം ഇട്ടിരിക്കുന്ന ഈ പ്രകൃതിയുടെ നിയമങ്ങളെ ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം അത് ബ്രേക്ക് ചെയ്യും. ഈ പ്രകൃതി നിയമങ്ങളെ ബ്രേക്ക് ചെയ്യുന്നതാണ് വീര്യപ്രവർത്തികൾ. ഹല്ലേലൂയ. ഇനി ഒരു അനുഭവത്തിലൂടെ അത് ഞാൻ ഒന്ന് തെളിയിച്ചുകൊണ്ട് വരാം. അത് ഇതാണ്. സ്ഥലത്തെയും ഈ ദൂതിനോട് ബന്ധപ്പെട്ട് ഇത് ഒരേ സമയം ഒരു വെളിപ്പെടുത്തലായിട്ട്, ഒരു ദൂതായിട്ടും അതിനെ സ്വീകരിച്ചോണം. സ്ഥലത്തെയും സമയത്തെയും, സ്ഥലത്തിനും സമയത്തിനും ദൈവം വച്ചിരിക്കുന്ന നിയമത്തെ ഒരഭിഷിക്തൻ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവൃത്തി, പേര് പീലിപ്പോസ് എന്നാണ്. ഹല്ലേലൂയ. പേരെന്തുവാണ്? പീലിപ്പോസ് എന്നാണ്. അദ്ദേഹം ബ്രേക്ക് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട പ്രകൃതിക്ക് കൊടുത്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ലോയാണ്. അതൊന്ന് സ്ഥലത്തിൻ്റെ ലോയാണ് തെറ്റിക്കുന്നത്. ആമേൻ. സ്ഥലത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന
ഗുരുത്വാകർഷണ ബലത്തെയാണ് പൊട്ടിക്കുന്നത്. 2 സമയത്തിൻ്റെ ക്രമത്തെയാണ് പൊട്ടിക്കുന്നത്. ഞാൻ ഇത് രണ്ടും ഈ സഭയ്ക്ക് വേണ്ടി ഇപ്പോൾ ആത്മാവിൽ ദൂതായിട്ട് റിലീസ് ചെയ്യാണ്. സമയത്തിൻ്റെയും ഹല്ലേലൂയ സ്ഥലത്തിൻ്റെയും ബന്ധത്തിൽ പ്രകൃതി ഇട്ട നിയമം ഈ സഭയ്ക്ക് വേണ്ടി ഇപ്പോൾ അങ്ങ് ബ്രേക്ക് ആകട്ടെ. അതിനെ സ്വീകരിക്കാൻ പറ്റുന്നവർ മനസ്സ് തുറന്നതിനെ സ്വീകരിച്ചോണം. നിങ്ങളുടെ മേൽ അങ്ങനെയുള്ള ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. ഞാനത് വാക്കുകൾ കൊണ്ട് തുറന്നുകൊണ്ട് വരാനായിട്ട് താല്പര്യപ്പെടുക. ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഈ അഭിഷിക്തനെ ദൈവം എടുത്തോണ്ട് പോയി. ആമേൻ. മനുഷ്യന് ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അവൻ്റെ ശരീരത്തിനകത്ത് ബലം വെച്ച് അവൻ ഓടുന്നതിന് ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അത് എത്ര വന്നാലും പ്രകാശത്തിൻ്റെ അളവോ പ്രകാശത്തിൻ്റെ ദൂരത്തിനപ്പുറത്തോട്ട് പ്രകാശം സഞ്ചരിക്കുന്ന പോലെ ഒന്നും പോകാനായിട്ട് പറ്റത്തില്ല. എന്നാൽ പ്രകാശത്തിന്റെ ദൂരത്തെ തോൽപ്പിക്കുന്ന ഒരു പോക്കാണ് പീലിപ്പോസ് പോയത്. ഒരളവ് വേണമല്ലോ, ഒരളവ് ഇട്ടിട്ട് വേണം ഇത് പ്രസംഗിക്കാൻ. അവൻ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ സ്പീഡ് എന്ന് പറയുന്നത് കണ്ടെത്തിയത് പ്രകാശത്തിന്റെ സ്പീഡാണ്. പ്രകാശത്തിന്റെ സ്പീഡിനെ തോൽപ്പിക്കാൻ മാംസ ശരീരത്തിൽ നിൽക്കുന്ന ഈ അപ്പോസ്തലനെ ദൈവം സഹായിച്ച ഒരാത്മാവ് മനുഷ്യന്റെ മേലുണ്ട്. എന്റെ പൊന്നു കർത്താവ്, ഇന്ന് നന്നായിട്ട് ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. അതേ ആത്മാവ് തന്നെയാണ് നിങ്ങളും പ്രാപിച്ചിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. അതേ ആത്മാവ് തന്നെയാണ് നിങ്ങളുടെ മേലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലത് സംഭവിക്കാൻ ഒരു സാധ്യത നിന്റെ ശരീരത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ഞാനിത് സമയമെടുത്ത് പ്രസംഗിക്കുന്ന ഇത് നിങ്ങളുടെ മേൽ നിവർത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ദൈവം എടുത്തോണ്ട് പോയെന്നാ പറയുന്നത്. എടുത്തോണ്ട് പോയി. നമുക്ക് ഇതുപോലെ തന്നെ പഴയ നിയമത്തിലും കാണാൻ പറ്റും. ആമേൻ. മഴയെ തടുക്കുന്ന ആഹാബിന്റെ രഥത്തെക്കാൾ വേഗത്തിൽ ഓടുന്ന ഏലിയാവിനെ കാണാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. ഈ രണ്ടും അസാധാരണ സ്പീഡായിരുന്നു. ഞാൻ ഇങ്ങനെ അത് പ്രവചിച്ചാൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇങ്ങനെ അത് ആത്മാവിൽ പ്രസംഗിച്ചാൽ നിങ്ങൾക്കതിനെ സ്വീകരിക്കാൻ പറ്റുമോ? ഒരു ഇന്ന് വരെ ഇല്ലാത്തൊരു സ്പീഡ് സഭയ്ക്ക് വരട്ടെ. ഇതൊക്കെ മനസ്സിലാകുന്നവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. മക്കൾ പിടിച്ചോണം, നിങ്ങളൊക്കെ പിടിച്ചോണം. ഹല്ലേലൂയ. എന്താണ് ഇഴഞ്ഞ ചിലത് ഭയങ്കര സ്പീഡാകാൻ പോവുക. പല പ്രവർത്തികളും ഇഴയുകയാണ്. പക്ഷെ എന്നോട് പരിശുദ്ധാത്മാവ് ഈ ദൂതിനകത്തൂടെ ഒരു ആലോചന കൈമാറുകയാണ്. ഇഴയുന്ന നിന്നെ ദൈവം അസാധാരണ സ്പീഡിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. റിലീസ് ദ പവർ. ആ ദൈവശക്തി ഇവിടെ നിങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. പല വാക്തത്വങ്ങളും കടന്ന് ഇഴയുവാണ്. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, ആ വാക്തത്വം അതിന്റെ ദർശനത്തിലേക്ക് ബന്ധപ്പെടുന്നത് പോലെ ഒരു സ്പീഡ് അതിന്റെ മേൽ ദൈവം നൽകി തരട്ടെ. ഇത് ആത്മാവിലുള്ള ശുശ്രൂഷ. ഇതിനോട് ജഡത്തിൽ പ്രതികരിക്കരുത്, ഇതിനോട് ആത്മാവിൽ പ്രതികരിച്ചുകൊണ്ട് നിൽക്കണം. ഹല്ലേലൂയ. നിന്റെ കാലുകൾക്ക് അസാധാരണ സ്പീഡ് നൽകാൻ, നിന്റെ മേലുള്ള ദൈവ പദ്ധതികൾക്ക് അസാധാരണമായ സ്പീഡ് നൽകാൻ, നിന്റെ ഉദ്യമങ്ങൾക്ക് അസാധാരണ സ്പീഡ് നൽകാൻ, നിന്റെ പ്രവൃത്തികൾക്ക് അസാധാരണ സ്പീഡ് നൽകാൻ, നിന്റെ ചർച്ചിന് അസാധാരണ സ്പീഡ് നൽകാൻ, നിന്റെ വാക്കുകൾക്ക് അസാധാരണ സ്പീഡ് നൽകാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങുകയാണ്.
ഷോട്ടേല മറാഠേല ചുടാ പ്രഭാഷിയ അൽഗമൗറിയാസിയ ശബലഗദരമനഗസിയ തരാധിയ ലബ്രഖതല ബാബാബ ഹാർകാമസിയ അൽഗമൗറിയ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ആലോചന, വർഷങ്ങൾ കൊണ്ട് ഹല്ലേലൂയ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജാവാണ് ആഹാബ്. പക്ഷെ ഇപ്പോൾ ആഹാബിനെ നിയന്ത്രിക്കുന്ന ഒരു ഇസബേലുണ്ട്. ഇസബേലിനെ നിയന്ത്രിക്കുന്ന ബാലിൻ്റെ വിഗ്രഹങ്ങളുണ്ട്. വിഗ്രഹങ്ങളുടെ പിറകിൽ സാത്താനിയ മേഖലകൾ നിൽപ്പുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവജനത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് സാത്താനിയ ഇൻഫ്ലുവൻസ് ആണ്. അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ ഒരു പ്രവാചകൻ ദൈവത്തെ വെളിപ്പെടുത്താൻ നിൽക്കുകയാണ്. ഇവിടെ വീര്യപ്രവർത്തികൾ വെളിപ്പെട്ടേ പറ്റൂ. ഹല്ലേലൂയ. ഇതൊരു എക്സോട്ടേഷൻ, ഇതൊരു പുറപ്പാടാണ്. ഹല്ലേലൂയ. ആഹാബേ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവനായിരുന്നു. പക്ഷേ നീ നിൽക്കാത്തത് നിമിത്തമായി നീ റൂൾ ചെയ്യുന്ന രഥത്തെയും രാജ്യത്തെയും തോൽപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഈ പ്രവാചകനിലൂടെ വെളിപ്പെടുന്നത്, അവിടെ ദൃശ്യമായി ദൈവം വെളിപ്പെടുത്തുന്നത് പോലെ ആഹാബിന്റെ രഥത്തെ ഓടിത്തോപ്പിക്കുമ്പോൾ ദൃശ്യമായി കാണുന്ന കാഴ്ചയ്ക്കപ്പുറം ആഹാബ് റൂൾ ചെയ്യുന്ന രാജ്യത്തെ നിയന്ത്രണം ദൈവം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മ പറയുന്നത്, നിങ്ങൾ ഒരു ഹല്ലേലൂയ ഈ ഒരു ദൂതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ നിന്ന് പറയാനുണ്ട്. നിന്നെ ഭരിക്കുന്നത് ആരാണെന്ന് നോക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് നീ കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തെ റൂൾ ചെയ്യുന്ന ആഹാബിൻ്റെ പുറകിലെ ഇസബേലിൻ്റെ പിറകിലെ സാത്താനെയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇത് കണ്ടുകൊണ്ട് മൗനമായിരിക്കത്തില്ല. ഇതിനോടുള്ള പ്രതികരണം വലുതാണ്. ഹല്ലേലൂയ. ഞാനിത് ചിലരെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ആഹാബിന് പെട്ട ഏറ്റവും വലിയൊരു പാട് ആഹാബിൻ്റെ നിലങ്ങളെ മുഴുവൻ ക്ഷാമമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ഒരു കരം ഹല്ലേലൂയ സ്വർഗത്തിൻ്റെ വിധാനത്തിനകത്ത് ഇറങ്ങി നിന്നു മഴയെ അങ്ങ് അടച്ചു കളഞ്ഞു. അതും ഒരു വീര്യപ്രവൃത്തിയാണ്. ആ വാക്ക് വെളിപ്പെട്ടത് അഭിഷത്തിൻ്റെ വാക്കിൽ നിന്നാ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ആകാശം നിനക്ക് പുഷ്ടി നൽകാത്ത രീതിയിൽ മഴയുടെ കവാടത്തെ അങ്ങ് അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ദൈവമായി നിയന്ത്രിക്കപ്പെടേണ്ട ഒരു വ്യക്തി ലോകപരമായി നടന്നാൽ നിന്റെ വഴികൾ അടയും. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടേണ്ട വ്യക്തി ദൈവത്തെ ആരാധിക്കാതെ പിറകോട്ട് പോയാൽ നിന്റെ വഴികൾ അടയും. എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്നേക്കുമായി ഒരു നാശത്തിൻ്റെ അനുഭവത്തിനകത്തേക്ക് ദൈവം വിടാതിരിക്കാനുള്ളൊരു ബാലശിക്ഷയത്. അതുകൊണ്ട് ഇന്ന് പകലൊരു ബുദ്ധിയോപദേശമായി കണ്ടുകൊണ്ട് തിരികെ വരാനുള്ള മനസ്സ് ഹല്ലേലൂയ മടങ്ങി പുറകോട്ട് നിൽക്കുന്നവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനകത്തേക്ക് ഞാൻ വരട്ടെ. ആഹാബിൻ്റെ രഥത്തിൻ്റെ സ്പീഡ് ദൈവമാണ് ഹല്ലേലൂയ. ആഹാബിൻ്റെ രഥത്തിൻ്റെ സ്പീഡ് നിശ്ചയിക്കുന്നത് കുതിരകളാണെങ്കിൽ ഹല്ലേലൂയ ഏലിയാവിൻ്റെ ശക്തിയല്ല ഏലിയാവിടെ കാലിനെ നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറയുന്നു, ഗുരുത്വാകർഷണ ബലത്തിൻ്റെ പിടിയുള്ളത് കൊണ്ട് ഹല്ലേലൂയ ഈ ഭൂമിയിലൂടെ ഒരു മനുഷ്യൻ ഓടാൻ ഒരു പരിമിതിയുണ്ട്. പക്ഷേ ദൈവം ഏലിയാവിനെയും ഫിലിപ്പോസിനെയും എടുത്തുകൊണ്ടുപോയെന്നാണ് പറയുന്നത്. എടുത്തുകൊണ്ടുപോയി. ആമേൻ. ഹല്ലേലൂയ. സ്ഥലങ്ങളുടെ പരിമിതിയും ഹല്ലേലൂയ സമയത്തിൻ്റെ പരിമിതിയും ദൈവം ബ്രേക്ക് ചെയ്തു. കര അടിച്ച് സഭയിലുള്ള എല്ലാവരും ഒരുപോലെ ഈ ദൂതിനെ സ്വീകരിക്കട്ടെ. സഭയ്ക്കകത്തൊരു ദൈവപ്രവൃത്തി സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും പരിമിതികളെ ദൈവം ബ്രേക്ക് ചെയ്യട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിൻ്റെ വീട്ടിലുണ്ടാകും. നീ എന്ന എല്ലാവരും വേണ്ടവർ മാത്രം എടുത്താൽ മതി. ഈ അൺലിമിറ്റഡ് അന്തരീക്ഷം നിന്നിലുണ്ടാകും.
നിന്നിലുണ്ടാകും. നിങ്ങളിലുണ്ട്. വേണ്ടവർ മാത്രം എടുത്താൽ മതി, ഞാൻ എല്ലാവരോടും പറയുന്നില്ല. നിങ്ങളിലുണ്ടാകും, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലുണ്ടായിരിക്കും, നിങ്ങളുടെ സമ്പത്തിനകത്ത് വെളിപ്പെട്ടിരിക്കും, നിങ്ങളുടെ ആരോഗ്യത്തിനകത്ത് വെളിപ്പെട്ടിരിക്കും, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതക്രമങ്ങൾക്കകത്ത് വെളിപ്പെട്ടിരിക്കും, നിങ്ങളുടെ ലൈഫിനകത്ത്. എത്രത്തോളം തുറന്നതിനെ പിടിക്കാമോ അത്രത്തോളം തുറന്നതിനെ പിടിച്ചോണം. ഹല്ലേലൂയ. ഒരു അൺലിമിറ്റഡ് സ്പീഡ് ദൈവം നിന്റെ ലൈഫിനകത്തേക്ക് ദൈവം അനുവദിക്കുക. ഇതൊരു അഭിഷേകം കേട്ടോ. സമയത്തെയും സ്ഥലത്തിൻ്റെയും പരിമിതിയെ പൊട്ടിക്കാനുള്ള അഭിഷേകം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഇത് വേണമെങ്കിൽ എനിക്ക് വിട്ടുകളഞ്ഞിട്ട് അടുത്ത സെക്ഷനകത്തേക്ക് ഇറങ്ങാം. പക്ഷേ ഇന്ന് പകൽ എനിക്കത് പെട്ടെന്ന് വിട്ടുകളയാനായിട്ട് താല്പര്യമില്ല. ഓൺലൈനിൽ കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും പരിമിതികൾ ബ്രേക്ക് ആകുകയാണ്. ഒന്ന് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതിനെ നിങ്ങളുടെ ലൈഫിനകത്ത് അനുവദിച്ചാട്ടെ. ഹല്ലേലൂയ. അത് അനുവദിക്കപ്പെടുന്നിടത്ത് ദൈവത്തിൻ്റെ വിടുതലുകൾ സംഭവിക്കും. ചെറുതും വലുതുമായ പ്രത്യക്ഷമായ അടയാളങ്ങൾ ഈ ദൂതിൻ്റെ പിറകെ കിടപ്പുണ്ട്. എവിടെ? ഈ ചർച്ചിനകത്തെ വ്യക്തികളുടെ മേൽ അത് ദൈവം വെളിപ്പെടുത്തിയിരിക്കും. ചെറുതും വലുതുമായ വിടുതലുകൾ ഈ ദൂതിൻ്റെ പിറകിൽ ദൈവം മറച്ചിട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്വീകരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ലൈഫ് മാറും. ആമേൻ, ലൈഫ് മാറും. ഞാൻ ആത്മാവിലെ പുറകോട്ട് പറയുകയാണ്, ഇപ്പോൾ എച്ചരിക്കുന്ന എല്ലാ സ്ഥല പരിമിതികളും ദൈവം ബ്രേക്ക് ചെയ്യട്ടെ. നിന്റെ പേരിൽ ഇന്ന് വരെ ഒരു സ്ഥലം ഇല്ലെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാണ്, ദൈവം അത് നിന്റെ മേൽ പതിപ്പിക്കുന്ന, അവനത് ബ്രേക്ക് ചെയ്യുക. ഇതിനോട് പെട്ടെന്നൊന്നും പ്രതികരിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ഞാൻ പറയുന്നു, സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും പരിമിതികൾ അത് ഒന്ന് നമ്മുടെ കാൽക്കുലേഷനകത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ട് തലയ്ക്കകത്തിട്ട് ചിന്തിച്ച് പിടിക്കരുത്. എങ്ങനെയാണ് സമയത്തിൻ്റെ അനുഭവത്തെ ബ്രേക്ക് ചെയ്യുന്നത്? ഇത് സൂപ്പർ നാച്ചുറൽ ആണെങ്കിൽ സമയത്തെയും ദൈവം ബ്രേക്ക് ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനം യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. സമയം അതിക്രമിച്ചു എന്നാൽ യുദ്ധം തീരുന്നില്ല. സമയം അല്പം കൂടെ വേണം. യോശുവ ഒറ്റ പ്രഖ്യാപനം, നീ ഇനി അനങ്ങരുത്. പ്രകൃതി നിയമമാണ്, നീ ഇന്ന് അനങ്ങരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനകത്ത് പോയി അടിച്ചു നോക്കിയാൽ മനസ്സിലാകും, അന്ന് നിർത്തിയ ആ നിയമത്തിൽ ആ ടൈമിൻ്റെ ആ നിയമം ഇന്നും ഹല്ലേലൂയ ശാസ്ത്രജ്ഞന്മാർ തപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു, അന്ന് ദൈവജനം ജയിക്കാൻ വേണ്ടി ദൈവം പ്രകൃതി നിയമത്തിനകത്ത് നിൽക്കാത്ത നിയമത്തെ നിർത്തിയെങ്കിൽ, സമയത്തെ നിർത്തി ദൈവജനത്തെ ജയിപ്പിച്ചെങ്കിൽ, നിന്നെ ഒന്ന് ജയിപ്പിച്ചെടുക്കാൻ സമയത്തിൻ്റെ പരിമിതിയെ ദൈവത്തിന് ബ്രേക്ക്. ഞാൻ എന്നാ പറയുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സമയത്തിൻ്റെ പരിമിതിയെ ബ്രേക്ക് ചെയ്ത്, സ്ഥലത്തിൻ്റെ പരിമിതിയെ ബ്രേക്ക് ചെയ്ത് നിന്റെ ലൈഫിനകത്തേക്ക് അനുവദിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഇനി ഇത് മനസ്സിലാകാഞ്ഞിട്ടാണോ പലരും മിണ്ടാതിരിക്കുന്നത്? ഇനി എന്നെ വിശ്വസിച്ചുകൊണ്ടോ കർത്താവിൽ വിശ്വസിച്ച് ഈ ദൂത് ഏറ്റെടുത്തു, നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പരിമിതികൾ ബ്രേക്ക് ആകുകയാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, എല്ലാവരും ഒന്ന് കണ്ണടച്ച്. എനിക്കത് തൃപ്തി വരുന്നില്ല അതൊന്ന് പറഞ്ഞു തരുന്നിട്ട്. ബ്രേക്ക് ആകട്ടെ, നിയമം ബ്രേക്ക് ആകട്ടെ. അവൻ വീര്യപ്രവൃത്തികളുടെ ദൈവമാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, അടുത്ത വർഷം ചിലരുടെ പേരിൽ പ്രോപ്പർട്ടികൾ പതിക്കപ്പെടും. ഇന്ന് രാത്രിയിൽ നീ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ പോവാം. പുതിയ പ്രോപ്പർട്ടികൾ തുറന്നു വരും. ഹല്ലേലൂയ. ഞാൻ ഇനി വ്യക്തിപരമായിട്ടത് സ്വീകരിക്കാനുള്ള വൈമനസ്യം, കാരണം ഞാൻ ആത്മാവിൽ ചർച്ചിനകത്ത് തുറക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം പ്രോപ്പർട്ടികളെ നൽകി. ഹല്ലേലൂയ. സ്പേസ് ഇല്ലാത്തടത്ത് ദൈവം സ്പേസ് നൽകും. സ്ഥലം ഇല്ലാത്തടത്ത് ദൈവം സ്ഥലം നൽകും. ഹല്ലേലൂയ. വഴി ഇല്ലാത്തടത്ത് ദൈവം വഴി തുറക്കും. Because he is a supernatural.
I believe he is a supernatural God. ഇല്ലാത്തതിൻ്റെ പരിമിതി ചൂണ്ടിക്കാണിച്ച് എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ പരാതി പറയാൻ കഴിയത്തില്ല. ബിക്കോസ് his word is the supernatural. He is the supernatural God. ഹല്ലേലൂയ. എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പറയാൻ പറ്റുമെങ്കിൽ പറ, അവൻ സൂപ്പർ നാച്ചുറൽ ഗോഡ് ആയതുകൊണ്ട് ഹല്ലേലൂയ പ്രകൃതിയുടെ നാച്ചുറൽ ആയിട്ടുള്ള അവസ്ഥയെ ദൈവം ബ്രേക്ക് ചെയ്യും എനിക്ക് വേണ്ടി. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ തുടങ്ങിയ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് ദൈവവചനത്തിനകത്ത് കാണാൻ പറ്റും. ഒന്ന് രണ്ടെണ്ണോടെ വേഗത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ എന്തിനു വേണ്ടി എന്നൂടെ പറഞ്ഞ് നിർത്താം. ഇന്ന് പ്രസംഗിച്ച് ഫലിപ്പിക്കേണ്ട കാര്യങ്ങളല്ല, അനുഭവിക്കേണ്ട കാര്യങ്ങൾ. ആമേൻ. നിർജ്ജന പ്രദേശത്ത് അപ്പം ഇല്ലാത്ത സ്ഥലത്ത് അപ്പത്തെ വർദ്ധിപ്പിക്കുന്നത് വീര്യപ്രവൃത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയും ഫിലിപ്പോസ് ഉണ്ട്, ചോദിക്കുകയാണ് ഇവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ പറയുകയാണ് 20 വെള്ളിക്കാശുണ്ട്, 200 വെള്ളിക്കാശുണ്ട്. 200 വെള്ളിക്കാശ് കൊണ്ട് അടുത്തുള്ള കടയിൽ പോയി, കടയുണ്ടായാലും അവിടെ പോയി അപ്പം മേടിച്ചാൽ ഈ ജനത്തിന് തികയത്തില്ല. ഹല്ലേലൂയ. അത് തന്നെ ഒരു മിറക്കിളാണ്. ഹല്ലേലൂയ. എന്താ നിർജ്ജന പ്രദേശത്ത് ഇത്ര ജനം വന്നത് ഇതൊരു മിറക്കിളായിട്ട് ഫിലിപ്പോസേ നിനക്ക് ഇതുവരെ തോന്നിയില്ലേ? തോന്നിയെങ്കിൽ നിനക്കത് മനസ്സിലാകുന്നെങ്കിൽ ഇല്ലാത്ത സ്ഥലത്ത് അപ്പം ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവം ആ കൃപാവരം നിങ്ങളുടെ മേൽ പതിപ്പിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരു സൂപ്പർ നാച്ചുറൽ റിലം ഉണ്ട്, ഒരു സൂപ്പർ നാച്ചുറൽ റിലം ഉണ്ട്. ഈ റിലം തുറക്കപ്പെടുന്നത് ഈ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്ങിനകത്താണ്. ഏതാണ്ടാണ് ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഇതെല്ലാ കൃപാവരങ്ങളുടെയും തിയറി ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിനകത്തെ പൗലോസിന്റെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗങ്ങൾ മനസ്സിലാക്കിയാൽ മതി. തിരിച്ചറിയേണ്ടതിന് അവിടെ പിതാവിനെ കുറിച്ചുള്ള തിരിച്ചറിവെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ ആ പിതാവ് എന്നുള്ള വാക്ക് അവിടെ പറയാൻ ആഗ്രഹിക്കാതെ പിതാവാകട്ടെ, പുത്രനാകട്ടെ, പരിശുദ്ധാത്മാവാകട്ടെ, നിങ്ങളാകട്ടെ, സഭയാകട്ടെ, എനിവൺ, ഒരു സ്പിരിച്വൽ മൂവിൽ നിലനിൽക്കുന്നത് ആരാകട്ടെ, നിങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് ലഭിക്കേണ്ടതിന് നിങ്ങളുടെ മേൽ വന്ന ഒരാളുണ്ട്. ആളുടെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. ഞാൻ വിശ്വസിക്കുന്നു ഹീ ഈസ് അൺലിമിറ്റഡ് പേഴ്സൺ, അൺലിമിറ്റഡ് പവർ. ആ പവറിനെ കുറിച്ച് അവസാനം പറയുന്നുണ്ട്, അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിപ്പീൻ. അറിയേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് മുമ്പായി പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഭാഗം ഇങ്ങനെയാണ് തുറക്കുന്നത്, നിങ്ങളുടെ മേൽ ഞാനൊരു ശക്തിയെ, വ്യക്തിയെ പതിപ്പിച്ചിട്ടുണ്ട്. ആമേൻ. നിങ്ങൾക്ക് തിരിച്ചറിവ് ലഭിക്കേണ്ടതിനായിട്ട് ഈ ശക്തി ഒരു മാനിഫെസ്റ്റേഷൻ ആകും. അത് ജ്ഞാനവുമാകും വെളിപ്പാടുമാകും. അത് ജ്ഞാനത്തിൻ്റെ ആത്മാവുമാകും വെളിപ്പാടിൻ്റെ ആത്മാവുമാകും. അപ്പം ആ രണ്ട് രീതിയിൽ ജ്ഞാനവും വെളിപ്പാടിൻ്റെ ആത്മാവ് ഒന്നേ ഉള്ളൂ. പക്ഷെ ആത്മാവ് തുറന്നു വരുന്ന മാനിഫെസ്റ്റേഷനാണ്, വെളിപ്പെടുത്തലാണ്. ഒന്ന് ജ്ഞാനവും, രണ്ട് വെളിപ്പാടും. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഇത് രണ്ടും വന്നാൽ കൃത്യമായിട്ട് ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി, ഈ ഭാഗം നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അർത്ഥം കിട്ടത്തില്ല. ഇംഗ്ലീഷിൽ അത് വായിച്ചാൽ അല്ലെങ്കിൽ റൂൾ ലാംഗ്വേജിൽ വായിച്ചാൽ നമുക്ക് കിട്ടുന്ന പറ്റുന്ന ഏറ്റവും നല്ലൊരു ആശയം ഇതാണ്, ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. ആമേൻ. നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നീ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഈ ജ്ഞാനവും, ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലും കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് തരും. ഹല്ലേലൂയ. ഇനി ദൈവം എന്നൊരു വാക്ക് നമ്മളോട് വെച്ചുകൊണ്ട് പ്രസംഗിക്കുക. ദൈവത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കുക. ദൈവത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ ഹല്ലേലൂയ നിന്റെ കരം വീര്യപ്രവൃത്തികളെ ക്ഷണിച്ചിരിക്കും. ഹല്ലേലൂയ.
ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായില്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ എത്രത്തോളം പരിമിതപ്പെടാമോ അത്രത്തോളം പരിമിതപ്പെട്ടുകൊണ്ടേയിരിക്കും. ഞാൻ ഇന്ന് പകൽ ഈ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ മേൽ തുറക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ, നീ ആരാണെന്നുള്ള തിരിച്ചറിവ്, നിന്റെ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. ഏലിയാവിന് താൻ ആരാണെന്നും അല്ലെങ്കിൽ തൻ്റെ ദൈവം ആരാണെന്നും നല്ല ബോധ്യമുണ്ട്. ഇത് പഴയ നിയമത്തിലെ വ്യക്തിയാണ്, മകനല്ല, മക്കളല്ല, അദ്ദേഹം ഒരു ശുശ്രൂഷകൻ മാത്രമാണ്. പുതിയ നിയമത്തിൽ ഈ ഏലിയാവ് മനസ്സിലാക്കിയതിനേക്കാളും ശക്തമായി നമ്മൾ അതിനെ മനസ്സിലാക്കണം. എന്താണ് നാം ആരാണെന്നും നമ്മുടെ ദൈവം ആരാണെന്നും മനസ്സിലാക്കിയാൽ, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് അവിടെ പിതാവെന്ന് എഴുതിയേക്കുന്നത്. ഞാൻ ആരാണെന്നും എൻ്റെ പിതാവ് ആരാണെന്നും മനസ്സിലാക്കിയാൽ ദൈവം തൻ്റെ പദ്ധതി നിവർത്തീകരിക്കും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിനകത്തേക്ക് എടുക്കണ്ട പറയുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയ വാക്കാണ്. പുത്രന്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരുവൻ എന്നോടൊരു കാര്യം ചോദിച്ചാൽ ഞാൻ അത് നിവർത്തീകരിച്ചു കൊടുക്കും. അവിടെ എഴുതപ്പെട്ട വാക്കിതാണ്, ഈ മല മാറുമെന്ന് പറഞ്ഞാൽ അത് മാറിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം മല മാറുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്. പക്ഷേ ഈ അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആയാൽ ചില മലകളെ ദൈവം മാറ്റാൻ പോവുകയാണ്. ആമേൻ. അങ്ങനെ ഒരു വിശ്വാസത്തെ ഒരു കോൺഫിഡൻ്റ് ആക്കി നിന്റെ അകത്ത് നിക്ഷേപിക്കാൻ ദൈവം തന്നെ ഇറങ്ങും. നമ്മുടെ അകത്തുള്ള വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസ മാർഗമാണ്. ഞാനത് കഴിഞ്ഞ ദിവസം വിശ്വാസത്തിൻ്റെ കൃപാവരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് തൊട്ടുപോയി. വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ കയറിയവർ ദൈവത്തിൻ്റെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് അവൻ എന്തെല്ലാം നമുക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യുമെന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എത്തിപ്പിടിക്കാൻ പറ്റാത്തതാണ്, അതാണ് നമ്മുടെ കുറിവാക്യം. ഹല്ലേലൂയ. ആർക്കേലും ധാരണയുണ്ടോ എൻ്റെ ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന്? അതൊരു പാട്ടിനകത്തൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവൻ എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. അവൻ എത്ര പേരുണ്ട് ഈ മിറക്കൽ എന്ന പേര് എഴുതി വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കരുത്. ഹല്ലേലൂയ. അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ്. ഹല്ലേലൂയ. ഇന്ന് പകല് വിശ്വാസത്തോടെ ആത്മാവിൽ നിന്നെ നോക്കി പറഞ്ഞൊന്ന് കോൺഫിഡൻറ്റിൽ കൊണ്ടുവരണം. എന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, നിന്റെ ആത്മാവിനാലാണ് ജ്ഞാനം വരുന്നത്, നിന്റെ ആത്മാവിനാലാണ് വെളിപ്പാട് വരുന്നത്. ഈ വെളിപ്പാടും ഈ ജ്ഞാനോട് വരുമ്പോഴാണ് എൻ്റെ അകത്ത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത്, എൻ്റെ അകത്ത് ക്ലിയർ മനസ്സിലാക്കൽ ഉണ്ടാകുന്നത്. അത് വെച്ച് ഞാൻ എൻ്റെ ദൈവത്താൽ ഈ മതിലുകളെ ചാടിക്കടക്കും. കുറച്ചു പേരുടെ അകത്തൊക്കെ വീഴുന്നുള്ളൂ. പക്ഷെ ഞാൻ അത് അവിടെ ആത്മാവിൽ കയറ്റാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കൃപാവരങ്ങൾക്കകത്ത് ഏറ്റവും പ്രാധാന്യതയുള്ള ഒരു കൃപാവരമാണ് വീര്യപ്രവൃത്തികളുടെ വരം. അതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ആ ദൈവത്തെ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ഇതാണ് യേശു കർത്താവ് മരിച്ചവരുടെ ഇലയിലിരിക്കുന്ന ഹല്ലേലൂയ ലാസറിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ആ കല്ലറയുടെ മുമ്പിൽ നിന്ന് പറയുന്നത്, ഹല്ലേലൂയ, എനിക്ക് നല്ലതുപോലെ അറിയാം, ഇന്ന് വരെ ഇവർ കണ്ടിട്ടില്ല. നാറ്റം വെച്ച് 3 ദിവസം കല്ലറയ്ക്കകത്തിരിക്കുന്നവൻ പുറത്തു വരുന്നത് ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് നല്ലതുപോലെ അറിയാം, ഹല്ലേലൂയ, ഇവൻ പുറത്തു വരുമെന്ന്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം മരണത്തിൽ പോയവരെ തിരിച്ചു പിടിക്കാനാണ്. മരണത്തിൽ പോയവരെ തിരിച്ചു പിടിക്കാനാണ്. അതുകൊണ്ട് തന്നെ ആ ശുശ്രൂഷ ദൃശ്യമായി ഇവരുടെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ആഗ്രഹിക്കുമ്പോൾ ഒറ്റ വിളിയാ, ലാസറേ, നീ പുറത്തു വാ. ഹല്ലേലൂയ. ഇന്ന് പകല് പരിശുദ്ധാത്മ പറയുകയാണ്, ചില മരിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ, ആത്മീയമായി മരിച്ചു കിടക്കുന്ന ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. പുതിയ നിയമം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ പഠിച്ചാൽ തൻ്റെ മക്കളിലൂടെയും അല്ലാതെയുമായി ദൈവം ഈ പ്രകൃതിയെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് ഭൂമിയിൽ ഇറങ്ങി നിന്ന സമയങ്ങളിൽ
വിശ്വാസിയാണോ അവിശ്വാസിയാണോ, രക്ഷിക്കപ്പെട്ടവനാണോ രക്ഷിക്കപ്പെടാത്തവനാണോ എന്ന് നോക്കാതെ വീര്യപ്രവൃത്തികൾ ചെയ്തു. ഞാനിത് ഇങ്ങനെ പറയുന്നെന്ന് ചോദിച്ചാൽ, നാളെ ഒരു ജാതിയം വരുമ്പോൾ നീ രക്ഷിക്കപ്പെട്ടിട്ട് അത്ഭുതം തരാമെന്ന് നോക്കരുത്. നാമത്തിനകത്ത് വിടുതലുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, അവൻ സൗഖ്യം പ്രാപിച്ചവൻ ചിലപ്പോൾ വീട്ടിൽ പോകാതിരിക്കും, കണ്ടു നിൽക്കുന്നവൻ ചിലപ്പോൾ ചർച്ചിനകത്ത് കയറും. ദൂതായിട്ട് പിടിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് യായിറോസും രക്തസ്രാവക്കാരിയും തമ്മിലുള്ള ബന്ധം. ഇവർ തമ്മിലുള്ള ബന്ധം എന്തുവാ? ഇവർ തമ്മിലുള്ള ബന്ധം അറിയാവുന്ന ഒരാൾ എഴുത്തുകാരനായ മർക്കോസാണ്. പുള്ളി അത് കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. യായിറോസിൻ്റെ വീട്ടിലേക്ക് വഴിയിൽ യേശു നടന്നു തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, യായിറോസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ യേശുവിനെ പിന്തുടർന്നവളാണ് രക്തസ്രാവക്കാരി സ്ത്രീ. ഹല്ലേലൂയ. അവൾ നിയമങ്ങളെ ബ്രേക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവളായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, എഴുതപ്പെട്ട നിയമത്തെയും കൂടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങി വന്ന നിയമത്തെ കയറി പിടിച്ചപ്പോൾ എന്നോട് കർത്താവ് ഒരു ആലോചന പറയുന്നു. ഹല്ലേലൂയ, ഈ നിയമം ബ്രേക്ക് ആകുന്നതിൻ്റെ പിന്നിലെ കാരണം ഈ വെളിപ്പാടാ. ഹല്ലേലൂയ, നിയമം ഇട്ടവൻ ജഡത്തിൽ വെളിപ്പെട്ട് നിയമമായിട്ട്. ഇത് എൻ്റെ അകത്ത് ഇപ്പൊ കർത്താവ് പറയുന്ന കേട്ടോ. ഹല്ലേലൂയ, ദൈവം ഇട്ട നിയമത്തെ ദൈവത്തിന് ബ്രേക്ക് ചെയ്യാൻ ഇഷ്ടമില്ല. പക്ഷേ ഹല്ലേലൂയ, നിയമം ഉണ്ടാക്കിയവൻ ഹല്ലേലൂയ നിയമമായി ഇറങ്ങി നിൽക്കുമ്പോൾ അവന് വേണ്ടി ഈ നിയമത്തെ ദൈവം ബ്രേക്ക് ചെയ്യും. ഞാൻ ഈ ദൂത് പറഞ്ഞ് തുടങ്ങുകയാണ് നിങ്ങളുടെ അകത്ത്. ഹല്ലേലൂയ, പ്രകൃതിയുടെ നിയമങ്ങളെ ബ്രേക്ക് ആകുന്നതാണ് അത്ഭുതത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ, വീര്യപ്രവൃത്തി. അതിന് കാരണം ഒന്നേ ഉള്ളൂ, ആ നിയമം ഇട്ടവൻ നിന്റെ അകത്ത് വന്നിരിക്കുന്നു. ആ നിയമം ഇട്ടവനെ തെളിയിക്കാൻ വേണ്ടി പ്രകൃതി നിയമം ബ്രേക്ക് ആകും. അതാണ് വീര്യപ്രവൃത്തികൾ. ഞാൻ വിശ്വസിക്കുന്നു, സുവിശേഷം പറയുന്നിടത്ത് സുവിശേഷകനെ തെളിയിക്കാൻ ദൈവം ഉറപ്പായിട്ട് വീര്യപ്രവൃത്തി ചെയ്തിരിക്കും. 3 രീതിയിൽ ഈ വീര്യപ്രവൃത്തി വെളിപ്പെടും. 3 രീതി. ജാതികളുടെ ഇടയിൽ അത് വെളിപ്പെടും. ഒന്ന് ആമേൻ പറഞ്ഞാൽ, നിങ്ങൾ ജാതികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ജാതികൾ വിശ്വാസം സ്വീകരിക്കേണ്ടതിനായിട്ടിത്. ആമേൻ, ഹല്ലേലൂയ. ഈ വാക്ക് എന്നോട് എടുത്ത് പറയാ. ഈ ജാതികൾ വിശ്വസിക്കേണ്ടതിനായിട്ട് അവൻ വീര്യപ്രവൃത്തി ചെയ്യും. ആരിലൂടെ ചെയ്യും? പൗലോസിലൂടെ അല്ല, നിങ്ങളിലൂടെ ചെയ്യും. പറഞ്ഞടാ, പറ. എന്നിലൂടെ ചെയ്യും. വെറുതെ പറഞ്ഞോ, കുഴപ്പമില്ല, ഒന്നും സംഭവിക്കത്തില്ല. പറഞ്ഞോ, രൂപം പറഞ്ഞോ, എന്നിലൂടെ ചെയ്യും. എന്നിലൂടെ ആരികൾ, ജാതികൾ വിശ്വാസം. അടുത്തൊരു സ്റ്റെപ്പുണ്ട്, അത് ശിശുക്കളാണ്. വിശ്വാസത്തിൽ ശിശുക്കളായിരിക്കുന്നവർ ഇവർക്ക് വേണ്ടിയും ചെയ്യും. അവരുടെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി. ഞാനറിയാം, നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഇടയിലും ചെയ്യും. ഈ ചിലര് പറയുന്നത് ജാതികൾക്ക് വേണ്ടി വിശ്വാസത്തിനായിട്ട് ദൈവം, ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാരുടെ ഒരു പരിപാടിയാണ്, അവരൊന്ന് രക്ഷിക്കപ്പെട്ട് വരാൻ വേണ്ടി ദൈവം ചെയ്യും. പക്ഷെ നമുക്ക് വേണ്ടി ചെയ്തില്ല. കാര്യം നമ്മൾ പഴക്കം ചെന്നില്ലേ. എവിടെയാ പഴക്കം? ഞാൻ ഈ 3 കാറ്റഗറിയിലുള്ളവരോട് ഞാൻ പറയാം, ഇതിനകത്ത് ജാതികൾക്ക് വേണ്ടി കർത്താവ് ആ പ്രവൃത്തി ചെയ്യുമെങ്കിൽ, വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെച്ചവർക്ക് വേണ്ടി ഈ പ്രവൃത്തി ദൈവം ചെയ്യുമെങ്കിൽ, ഹല്ലേലൂയ, വിശ്വാസ വീരന്മാർക്ക് വേണ്ടി അതിലധികം ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഈ തീയുടെ ബലം കെടുത്തുക എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴും അതിൻ്റെ അർത്ഥം എന്നാന്ന് എനിക്കറിയത്തില്ല, അല്ലേ? മാംസ ശരീരത്തിനകത്ത് നിൽക്കുന്നവർ, വിശ്വാസ വീരന്മാരായ ബാലന്മാർ ഇരട്ടിയായിട്ട് തീയുടെ ബലം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ കൊണ്ടുപോകുന്നവർ ആ തീയിലെ ജ്വാല കാരണം അവർ കരിഞ്ഞു പോകത്തക്ക രീതിയിൽ ആ തീയുടെ ശക്തി ഉണ്ടായിക്കൊണ്ടിരിക്കെ ആ തീക്കകത്ത് മാംസരക്തങ്ങളാകുന്ന ഇവർക്ക് നിൽക്കാൻ പറ്റുന്നത് എങ്ങനെ? നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നവരല്ലേ? എങ്ങനെ 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 അത്ര ഒരു ക്വാളിറ്റി നിന്റെ അകത്ത് ദൈവം തരും?
എനിക്ക് തോന്നുന്നത് ആ തേജസ്സിൻ്റെ അതേ ശക്തി ഒന്നൊരു കുറച്ച് നേരത്തേക്കൊന്ന് പിടിച്ചോളാൻ പറഞ്ഞ് കൊടുത്തായിരിക്കും. ഹല്ലേലൂയ. ഒറ്റയടി എനിക്കറിയത്തില്ല, എന്നെ ഒന്നും എയറിലൊന്നും കയറ്റിയേക്കരുത്, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചേക്കരുത്. പക്ഷെ എൻ്റെ അകത്ത് വരുന്ന ആത്മാവിലുള്ള പറയണം, കുറച്ച് നേരത്തേക്ക് ആ തേജസ് പിടിച്ചോളാ, നിന്നെ അവന്മാർ തീക്കകത്തിടാൻ താല്പര്യപ്പെടുന്നുണ്ട്, ഇതിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കൊടുത്തതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയാണ്, തീയുടെ ബലം കെടുത്തിയവർ, പഴയ നിയമത്തിൽ ദാസന്മാരായവർ നിൽക്കുമ്പോൾ മക്കൾ ഇരുന്ന് ഉറങ്ങരുത്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തെക്കാൾ ഈ കാലഘട്ടം, ഈ കാലഘട്ടത്തെക്കാൾ ഈ എൻഡ് ഓഫ് ദി ഏജിൽ നിൽക്കുന്നവർക്ക് ഈ വീര്യപ്രവർത്തികൾ നിന്റെ വീട്ടിൽ, നാട്ടിൽ ദൈവത്തിന് വെളിപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. കഴിഞ്ഞുപോയ 2000 വർഷത്തേക്കാൾ വലുതാണ് ഈ വർഷം. അല്ലെങ്കിൽ പെന്തക്കോസ്തിൻ്റെ മൂവിൻ്റെ 120 വർഷം താണ്ടി നിൽക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഹല്ലേലൂയ, കഴിഞ്ഞുപോയ 120 വർഷം പോലെ അല്ല ഇനിയുള്ള സമയങ്ങൾ ദൈവം കുറിച്ചിട്ടിരിക്കുന്നത്. ഓരോ വ്യക്തിയെയും ഈ പ്രവർത്തികൾക്കകത്തേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. നിങ്ങൾ വന്നില്ല, ഒരു അടുത്ത തലമുറയെ ദൈവം പൊക്കിയെടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് ആത്മാവിൽ അതിനകത്തേക്ക് കയറിക്കോണം. ഹല്ലേലൂയ. എൻ്റെ കൈ വിശ്വാസ വീരന്മാരെ പോലെ ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികളെ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ ദൈവം മാറ്റും. ഒരു പദോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സത്യത്തെ തെളിയിക്കാൻ ഒരു മനുഷ്യൻ ഇറങ്ങി നിന്നാൽ ദൈവ വീര്യപ്രവർത്തികൾ കൊണ്ട് സൈനിടും. സൈൻസ് ആൻഡ് വണ്ടർ വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നോർത്തിട്ട് ഹല്ലേലൂയ ഇനി കാണാതിരിക്കത്തില്ല എന്ന് ചിന്തിച്ച് കളയരുത്. ഹല്ലേലൂയ. ദൈവം ചിലത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം, എന്തിനാണ് ഈ പേര് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? ഹല്ലേലൂയ. അതൊരു വിശ്വാസത്താലുള്ള പ്രഖ്യാപനമല്ലേ? ഹല്ലേലൂയ. ഇതിനകത്ത് അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുമെന്നുള്ളതിൻ്റെ വിശ്വാസ പ്രഖ്യാപനങ്ങളാലല്ലേ ഇങ്ങനെ ഒരു നാമം ഇതിന് നൽകിയത്? അല്ലല്ലോ, ബൈബിളിൽ അങ്ങനെ ഒരു പേരുണ്ടെന്ന് പറഞ്ഞ് നൽകിയതല്ലേ. ഇതിനേക്കാളും നല്ല പേരുകൾ ബൈബിളിൽ കിടപ്പുണ്ട്. പക്ഷേ ഈ പേരുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ എൻകൗണ്ടർ, ഹല്ലേലൂയ, ഈ ഒരു കൃപാവരവുമായി ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ദൈവം തന്റെ സത്യത്തെ തെളിയിക്കാൻ വീര്യപ്രവർത്തികളെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഏറ്റവും വലിയ സത്യമാണ് ഈ ഭൂമിയിൽ ദൈവരാജ്യം ക്രിയേറ്റഡ് ആകുമെന്ന്. ഹല്ലേലൂയ. വരുവെന്നല്ല, വന്നു. ഹല്ലേലൂയ. ദൈവരാജ്യത്തെ തെളിയിക്കാൻ ദൈവരാജ്യം ഈ അത്ഭുതത്തെ തുറന്നുകൊണ്ടുവരും. ദൈവരാജ്യത്തെ തെളിയിക്കാൻ ഈ വീര്യപ്രവൃത്തികളെ ദൈവം നിങ്ങളിലൂടെ കൊണ്ടുവരും. ഒരു നിമിഷം ദൈവത്തിൽ എഴുന്നേറ്റ് നിന്നോ. നിങ്ങൾ വിശ്വാസത്താൽ പ്രഖ്യാപിച്ചു തുടങ്ങുക, കർത്താവേ, ഹല്ലേലൂയ, ഈ പ്രകൃതി നിയമങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ദേശത്ത് തന്നെ ദൈവത്തിൻ്റെ അത്ഭുതത്തെ അങ്ങ് വെളിപ്പെടുത്തണേ. ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ആശയങ്ങൾ ഇഷ്ടം പോലെ എൻ്റെ അകത്ത് ബൈബിളിനകത്തുനിന്ന് ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരാലോചന എൻ്റെ ഹൃദയത്തെ കൂടുതലായി ജ്വലിപ്പിക്കുന്നു. അത് ദൈവം ഒരു കാര്യം ചെയ്താൽ ആ കാര്യത്തെ മാറ്റത്തില്ല. പക്ഷെ ആ കാര്യത്തെ മാറ്റണമെങ്കിൽ അതിന് പറയുന്ന പേരാണ് സൂപ്പർ നാച്ചുറൽ. നാച്ചുറലായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് വേണ്ടി നാച്ചുറലായ ദൈവവും സൂപ്പർ നാച്ചുറലായ മനുഷ്യനും സൂപ്പർ നാച്ചുറലായ ദൈവം തമ്മിൽ സംയോജിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ചർച്ച്, ടെമ്പിൾ. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ദൈവത്തെ വെളിപ്പെടുത്താൻ, നിങ്ങളുടെ ഉള്ളിലെ ദൈവ സാന്നിധ്യത്തെ വെളിപ്പെടുത്താൻ, ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ദൈവരാജ്യത്തെ വെളിപ്പെടുത്താൻ, കർത്താവെന്ന സുവിശേഷത്തെ വെളിപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ
ആ കൃപാവരത്തെ ദൈവം നിങ്ങളുടെ അകത്ത് തുറന്നു കൊണ്ടുവരും. കണ്ണുകൾ അടച്ച ഒരു നിമിഷം ഹൃദയത്തെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ട്, കർത്താവേ, ഈ ദേശത്ത് ജാതികൾ പുറത്തു വരേണ്ടതിന് ഈ കൃപാവരത്തെ ഞങ്ങളുടെ ലൈഫിനകത്ത് അനുവദിക്കണം.